അള്ളാഹുവിന്റെ ഖുദ്റത്തിനെയും ഇറാദത്തിനെയും ഒരു അബ്ദിലേക്ക് അള്ളാഹുവിനെ കയറ്റിയാൽ ഒരു വലിയായി. അത് അള്ളാഹു തആല പിൻവലിച്ചാലോ കഴിയും. ഖുദ്റത്തിനെയും ഇറാദത്തിനെയും റബ്ബ് അയാളിൽ നിന്ന് പിൻവലിച്ചാലോ കഴിഞ്ഞു. പറക്കും വലിയേ പഠിക്കൽ തളച്ചോർ എന്ന് പറഞ്ഞാലോ, പറക്കും വലിയ പഠിക്കൽ തളച്ചോർ. എന്തേ പഠിക്കൽ തിളക്കം കഴിഞ്ഞു? അത് ഊരി, അതവിടുന്ന് ഊരിയെടുത്തു. തുഅ്തിൽ മുൽക മൻ തശാഅ് വതൻസിഉൽ മുൽക മിമ്മൻ തശാഅ്. അല്ലാഹു ഊരാൻ കരുതിയിട്ടില്ല. മൊയ്തീൻ ശൈഖ് ഊതിയാൽ മൊയ്തീൻ ശൈഖിന്റെ കയ്യിന് വേദനയാവും. നിങ്ങൾ ഇവിടെ ഉണ്ടോ? അല്ല, നിങ്ങൾക്ക് പറഞ്ഞു വരുമ്പം അള്ളാഹിനേക്കാൾ വലിയ ആളായോ മൊയ്തീൻ ശൈഖ്? ഒരു പുൽക്കൊടിന്റെ വിലയുള്ള മൊയ്തീൻ ശൈഖും ലോകത്തില്ല. ആരുദ്ദേശിച്ചാലല്ലാതെ അള്ളാഹ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെറുതെ വാബിയെന്നാണ് പറയണം. അവർക്കൊന്നും നടക്കാത്തൊരു കാര്യം ഇല്ല. ആകാശത്തെ മുഴുവനും ചുരുട്ടിക്കൂട്ടി പൊടി പൊടിച്ച് ഇങ്ങനെ എല്ലാം കൂടി ആകാശങ്ങൾ മുഴുവൻ പൊടി പൊടിച്ചിട്ട് ഇങ്ങനെ വിതറാനും അവർക്ക് കഴിയും. അവർ ആരാണെങ്കിൽ അള്ളാഹിന്റെ വഴിയാണെങ്കിൽ നടക്കാത്തൊരു കാര്യം ഉണ്ടാവില്ല. ഇല്ലേ ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. കഥാക്ക ഇപ്രകാരമാണ് കറാമാത്തുൽ അഹ്ലി വിലായത്തി. വിലായത്തിന്റെ അഹ്ലികാർക്ക് ലഭിച്ച കറാമാത്തുകളെല്ലാമും ഇപ്രകാരം തന്നെയാണ്. ഫമിൻഹു, അത് ആ നബിയിൽ നിന്നാണ് ഉനീലു കരസ്ഥമാക്കപ്പെട്ടത്. മാ ഉനീലു കരസ്ഥമാക്കപ്പെട്ടതെല്ലാം കരസ്ഥമാക്കപ്പെട്ടത് ലിയുഹ്മദ, നബിയെ പ്രശംസിക്കപ്പെടാൻ വേണ്ടിയാണ്. അതായത് ഏതൊരു വലിയനും ഒരു കറാമത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രശംസ ആർക്കാണ്? റസൂലുള്ളാഹിക്കാണ്. കാരണം അവർക്ക് ലഭിച്ചതെല്ലാം ലഭിച്ചത് നബിയിൽ നിന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി എന്നല്ലാതെ ഒരാൾക്കും ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല. كذاك كرامات لأهل ولايتي فمنه أنيل ما أنيل ليحمدا. كذاك ഇപ്രകാരം തന്നെയാണ് കറാമാത്തുൽ അഹ്ലി വിലായ, വിലായത്തിന്റെ അഹ്ലുകാർക്ക് ലഭിച്ച കറാമത്തുകളും ഇപ്രകാരം തന്നെയാണ്. ഫമിൻഹു, ആ നബിയിൽ നിന്നാണ് ഉനീലു അവർക്ക് കരസ്ഥമാക്കപ്പെട്ടത്. മാ ഉനീലു, അവർക്ക് കരസ്ഥമാക്കപ്പെട്ടതെല്ലാം, അവർക്ക് കരസ്ഥമാക്കപ്പെട്ടതെല്ലാം ഷെയ്ഖായാലും റിഫായി ഷെയ്ഖ് എല്ലാവരും മനസ്സിലായില്ലേ? അതെല്ലാം അതൊക്കെ കേസുകൾ മാത്രമാണ്. എൻ്റെ ഉള്ളിലുള്ള മെഷീൻ മുസ്തഫ നബിൻ്റെ വർക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രേ ഉള്ളൂ. കാണുമ്പം അതൊരു കാറാണ്, പക്ഷെ മെഷീനുള്ളില്ലെങ്കിൽ പോകൂല. മെഷീൻ ഉണ്ടെങ്കിലോ കേസിൻ്റെ ആവശ്യമല്ല, ഒറ്റക്കും പോകും. ഇതാണ് അവിടെ സംഭവിച്ചത്. അവർക്ക് ലഭിച്ചതെല്ലാം ലഭിച്ചത് നബിയിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. كرامات لأهل ولايتي فمنه أنيل ما أنيل ليحمدا. فمنه ആ നബിയിൽ നിന്നാണ് ഉനീലു അവർക്ക് കരസ്ഥമാക്കപ്പെട്ടത്. മാ ഉനീലു അവർക്ക് കരസ്ഥമാക്കപ്പെട്ടതെല്ലാം യുഹ്മദ, നബിയെ പ്രശംസിക്കപ്പെടാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ഒക്കെ നബിയാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി കോഴിയുടെ മള്ളോട് പറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നബിയാണ് കാരണം. വെള്ളത്തിന് മുകളിൽ നടന്നിട്ടുണ്ടെങ്കിൽ, വായിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അതെന്താണ് അവർ ചെയ്യുക? എന്ത് എന്ന് പറയാൻ പറ്റും? എന്ത് ചെയ്യും? അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? എന്ത് ചെയ്യും? അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? എന്തെന്നൊന്നും ഇല്ല. എന്തെന്നാണ് ഔലിയാക്കന്മാർക്ക് എന്താ? അമ്പിയാക്കന്മാർക്ക് എന്താ പറ്റുക? അവർക്ക് പറ്റും. അതിനൊക്കെ കാരണമുണ്ട്. ഇത് മുഹമ്മദ് മുസ്തഫ എന്ത് ചെയ്തു? അങ്ങനെ ഒരു കണക്കില്ല, എന്തും ചെയ്യാൻ അവർക്ക് കഴിയും. ലോകത്തുള്ള എല്ലാ വിമാനത്തിനെയും കൂടി അവർക്ക് നിയന്ത്രിക്കാൻ പറ്റും. വിമാനത്തിനൊക്കെ പിടിച്ചിട്ടൊരു താമ്പാള കഷ്ണാക്കി ചുറ്റിട്ടൊരു കീസിലിട്ടാക്കി ഇങ്ങനെ കണക്കൊണ്ട് നടക്കാൻ കഴിയും. പുറത്തെടുത്ത വിമാനമാണ്, കീസിലിട്ടപ്പം താമ്പാള കഷ്ണായി അങ്ങനെ മാറി കഴിയും. അത് CM അള്ളാൻ്റെ വലിയാണെങ്കിൽ കഴിയും, വലിയ അല്ലെങ്കിൽ കഴിയില്ല. വലിയാണോ അല്ലേ എന്നുള്ള മൂല്യന്മാർ പറയണ്ടാണ്, എനിക്കറിയില്ല. വലിയൻ്റെ തെർമോമീറ്ററിൻ്റെ കയ്യിലില്ല. വലിയാണെങ്കിൽ നടക്കും. വലിയല്ലേ വെറുതെ ഒരു ദിവസം കഴിച്ച് ചോറ് കഴിച്ച് പിരിഞ്ഞോളി, നടക്കൂല. ചെറിയതൊക്കെ നടക്കുള്ളൂ, വലിയൊന്നും നടക്കൂല. ആ ജാതി നിങ്ങൾ ഓളോട് പറഞ്ഞാൽ മതി. വലിയാണെങ്കിൽ നടക്കും. വലിയാണ് ഞാനല്ല തീരുമാനിക്കണം. CM എന്ന് പറഞ്ഞാൽ വലിയാണ്. എന്ത് നടക്കും? എന്തു നടക്കും? ഭൂഗോളത്തിലുള്ള എല്ലാ വിമാനവും അവർ പിടിച്ചിട്ട് ഒരു കീസിലിട്ടുകൊണ്ട് കീസ് കൊണ്ട് ഇങ്ങനെ പോയി. നടക്കും. എന്തുകൊണ്ട്?
അവർക്ക് നടക്കുന്നത് അവരെ കൊണ്ടല്ല നടക്കുന്നത്, അവരെ നേതാവിനെ കൊണ്ടാണ്. അവരെ നേതാവർക്ക് ഈ ദുനിയാവ് നടക്കാത്തൊരു കാര്യമില്ല. എന്താണ് ഇതൊക്കെ? ഇന്ന് വിവരം, യാതൊരു വിവരവും ഇല്ലാതെ തലയെക്കെട്ടിൻ്റെ വണ്ണം കൂട്ടി നടക്കുന്ന ചില അന്തംഗമികളായ മൂലിയക്കന്മാർ പറഞ്ഞ നുണകൾ മാത്രമാണ്. വലിയാണോ എന്നുള്ളത് യോഗം കൂടി തീരുമാനിച്ചോട്ടെ, അതെനിക്കറിയില്ല. വലിയാണോ നടക്കും, വലിയല്ലേ നടക്കും. എന്ത് നടക്കും? എന്ത് നടക്കും. എന്തുകൊണ്ട്? ഫമിൻഹു ഉനീലു മാ ഉനീലു, അവർക്ക് ലഭിക്കപ്പെട്ടത് എല്ലാം അവർക്ക് ലഭിക്കപ്പെട്ടത് ഫമിൻഹു അതേ മുസ്തഫ നബിയിൽ നിന്നാണ്. അള്ളാന്റെ നബി നടക്കാത്തൊരു കാര്യമില്ലേ? ഇവരെ റസൂലുള്ള കാലത്തെ വിമാനമല്ലല്ലോ. അതിൻ്റെ ഒരു മൊയ്സത്ത് കാണിക്കാൻ വേണ്ടി ഈ കറാമത്തുകളെല്ലാം അടിസ്ഥാനമായ മൊയ്സത്തുകളാണ്. മനസ്സിലായില്ല? ഏത് കറാമത്തും അടിസ്ഥാനപരമായ മൊയ്സത്താണ്. അത് നബിയുടെ മൊയ്സത്താണ്. ഈ വലിയിൽ ഒഴിവാക്കുകയാണ്. ഇപ്പൊ വിമാനങ്ങളൊക്കെ പിടിച്ച് കീസിലിടണം എന്നുള്ളത് നബിന്റെ കാലത്ത് നടക്കൂലല്ലോ. വിമാനത്തിനല്ലേ. വിമാനം എന്ന പേരിൽ വിമാനം വരുന്നത് 1903 ആദ്യത്തെ വിമാനം 1903 അമേരിക്കക്കാരായ റൈറ്റ് ബ്രദേഴ്സ് കണ്ടുപിടിച്ചതാണ് ആദ്യത്തെ വിമാനം. മനസ്സിലായില്ലേ? 1903 1903 ആദ്യത്തെ വിമാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഅ്ജിസത്തായി വിമാനത്തിനെ പിടിച്ച് കീസിലിട്ടുണ്ടെങ്കിൽ അതിപ്പോ ഇന്നത്തെ ഏതെങ്കിലും വലിയ കാണിക്കണല്ലോ. ഒരവസരമില്ലാതെ കുറച്ച് വിമാനം നേരത്തെ തന്നെ നബി ഉണ്ടാക്കിയാൽ കുറച്ച് കീസിലിട്ടുണ്ട് നബി, പിന്നെ വിമാനം അങ്ങനെ തന്നെ ഭൂമിക്ക് മടക്കി നബി പോവുക, അതുണ്ടാവില്ലല്ലോ. വിമാനത്തിനൊക്കെ പിടിച്ചിട്ട് ഒരു കീസിലാക്കിയിട്ട് കൊണ്ടുപോവുക എന്നുള്ളത് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത്. അത് റസൂലുള്ളാഹിക്ക് കഴിയും. കഴിയെങ്കിൽ അത് നടപ്പിലാക്കേണ്ട ആരാ? ഇന്നത്തെ വലിയ. കാരണം റസൂലുള്ളാഹിന്റെ കാലത്ത് എന്തില്ല? പറയേ, വിമാനില്ല. അന്തം കുറച്ച് വേണം. വിമാനത്തെ ഒന്നും അങ്ങനെ കീസിലാക്കാനോ നിയന്ത്രിക്കാനോ ഒന്നും കഴിയൂല. എന്നാ കഴിയൂലിരിക്കും. ഞാൻ കണ്ട നബിക്കതൊക്കെ കഴിയും. ഈ വലിയ ചെയ്യുന്നത് നബി ചെയ്യുന്നതാണ്. കറാമത്തുകളെല്ലാം അടിസ്ഥാനപരമായി എന്താണ്? ഏതൊരു നബിയിലേക്കാണോ ഈ വലിയ ചേർന്ന് നിൽക്കുന്നത് ആ നബിയുടെ മുഅ്ജിസത്താണ്. ഇവിടെ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിക്കൊന്നും ഒരു ചുക്കും കഴിയൂല. പലതും കഴിഞ്ഞിട്ടുണ്ട്. അതാരുടെ മുഅ്ജിസത്താണ്? ഹബീബായ റസൂലുള്ളാഹി. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാം. പിന്നെ ഒരൊറ്റ വാക്കേ ഉള്ളൂ. എന്ത്? അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ഇല്ലേ? ഇല്ല, കഴിയൂലെന്നില്ല. CM വിമാനത്തിനെ നിയന്ത്രിച്ചു എന്ന് നടക്കും. നിയന്ത്രിച്ചിട്ടുണ്ട് എന്നുള്ള അങ്ങനത്തെ സംഭവം നടത്തി കാണിച്ചിട്ടുണ്ടോ? അതെനിക്കറിയില്ല. അത് അതിൻ്റെ ചരിത്രം യാഥാർത്ഥ്യം കണ്ടുപിടിക്കേണ്ടതാണ്. പക്ഷെ അങ്ങനത്തെ ഒരു കാര്യം CM നടക്കും. എന്തുകൊണ്ട്? CM വലിയുള്ളാക്ക് നടക്കുന്നത് CM-ൻ്റെതല്ല, ആരുടേതാണ്? റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ മനസ്സിലായില്ലേ? കോഴിൻ്റെ മുള്ളിനോട് കൂന്ന് പറയാൻ കയ്യോ? അദ്ദേഹം എന്ന നിലയിൽ കഴിയൂല. അദ്ദേഹം റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലെ വലിയാണ് എന്ന നിലയിൽ കഴിയും. റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ എല്ലാ ആളാണ്. ഞാൻ അതിൻ്റെ മേലെയും താഴെ ഒരാളില്ല. അല്ലാഹു റസൂലിൻ്റെ മേലെയാണോ താഴെയാണോ ചോദിക്കുന്ന പോലും അതിനില്ല. റസൂലുള്ളാഹി അത്രയും വലിയ സ്ഥാനത്താണ്. പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാണ്ട് പറഞ്ഞു ഇങ്ങനത്തെ തന്നെ എന്തെന്ന് പറയാ? എന്ത് എന്ന ചോദ്യത്തിന് മാനേയില്ല. എന്തുകൊണ്ട്? എല്ലാം ഹബീബായ നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിക്കൊക്കെ കൊടുത്തത്. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയുടെ മഖ്ബറയിലേക്കുള്ള ഒരു കവാടമുണ്ട്. കവാടമല്ല, ഒരു വലിയൊരു വീതിയുള്ള ഒരു വാതിൽക്കട്ടിലുണ്ട്. ആ വാതിൽക്കട്ടിലിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ബ്രൗൺ നിറത്തിലുള്ള ഒരു പെയിന്റ്. ആ പെയിന്റ് മേൽ വെള്ള നിറത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് വട്ടം ആ മഖ്ബറയിൽ പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കതറിയാം.
വഅബ്ദുൽ ഖാദിരിൽ മശ്ഹൂർ ഇസ്മിഹി വജദ്ദി മുഹമ്മദുൻ ഐനുൽ കമാലി. അബ്ദുൽ ഖാദിരിൽ മശ്ഹൂർ ഇസ്മി, എൻ്റെ പ്രസിദ്ധമായ പേര് നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് പോലെ അബ്ദുൽ ഖാദിർ എന്നാണ്. പക്ഷേ എൻ്റെ വലിപ്പത്തിലുമല്ല ഇത്. എന്നെക്കൊണ്ട് നടന്നതെല്ലാം മുജദ്ദി മുഹമ്മദ്, എൻ്റെ വല്യാപ്പാൻ്റെ വലിപ്പത്തിലാണ്. അത് ഐനുൽ കമാലായ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ എന്നെ കൊണ്ട് നടന്നതല്ല. പിന്നെ ആരെ കൊണ്ട് നടന്നാണ്? എൻ്റെ വല്യപ്പാനെ കൊണ്ട് നടന്നതാണ്. പിന്നെന്താ പ്രശ്നം? പിന്നെന്താണ് പ്രശ്നം? എന്നെ കൊണ്ട് നടന്നതല്ല, എൻ്റെ വല്യപ്പാനെ കൊണ്ട് നടന്നു. എൻ്റെ വല്യപ്പാനെ കൊണ്ട് നടക്കാത്തൊരു കാര്യമില്ല. എൻ്റെ വല്യപ്പാനെ കൊണ്ട് നടക്കാത്ത ഒരു കാര്യമില്ല. വളരെ ഉന്നതമായ ഒരു വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി പിശാചുക്കൾ സുന്നികളുടെ ഇടയിൽ കയറി കൂടിയതാണ് ഇന്നത്തെ എല്ലാവിധ കോലാഹങ്ങളുടെയും അടിസ്ഥാന കാരണം. പിശാച് കയറി കൂടിയതാണ് സുന്നികൾക്കിടയിൽ. എന്തിന്? വളരെ ഉന്നതമായ അഖീദയെ നശിപ്പിച്ചു കളയാൻ വേണ്ടി. കാരണം ഫമിൻഹു ഉനീലു മാ ഉനീലു ലിയുഹ്മദ, ഫമിൻഹു ഉനീലു മാ ഉനീലു, കിട്ടിയതെല്ലാം ഹബീബ നബിയെ കൊണ്ട് കിട്ടിയതാണ്. അപ്പൊ പിന്നെ എന്ത് കിട്ടി? എന്തും കിട്ടും. റസൂലുള്ളാഹിയോ റസൂലുള്ള വലിയ റഹ്മത്തുൽ ലിൽ ആലമീനാണ്. ഫമിൻഹു ഉനീലു മാ ഉനീലു ലിയുഹ്മദ, ഹബീബ ഒക്കെ ഹബീബ നബിയെ കൊണ്ട് കിട്ടിയതാണ്. ഒന്നും ആരെ കൊണ്ടും അല്ല, മുസ്തഫ നബിയെ കൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ കുട്ടികളെ, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, 8,000 ചില്ലാനം കിലോമീറ്റർ ദൂരത്തുനിന്ന് എല്ലാ ദിവസവും ഒരു മനുഷ്യൻ ഹബീബാൻ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോകുക എന്ന് ഈ മനുഷ്യൻ പറയുന്നു. 8,000 ചില്ലാനം കിലോമീറ്ററാണ്. ആ 8,000 ചില്ലാനം കിലോമീറ്റർ ദൂരത്തേക്ക് പോകുകയാണ് ഒരു മനുഷ്യൻ. എപ്പോഴാ പോകുന്നത്? നമുക്ക് അസൂയണ്ട ഒരു കാര്യമില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് നടക്കത്തൊരു കാര്യം. നമ്മൾ ഒരുപാട് ദേഷ്യം വെച്ചിട്ടോ സുന്നി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നതൊക്കെ തിന്ന് മുണങ്ങി മൗലൂദ് ഓതി നടക്കുന്നല്ലാതെ നമുക്കൊരു കഴിവില്ല. നമ്മളെ കഴിവെന്താണെന്നറിയോ? ഓരോരുത്തരെ പെരിയും പോയിട്ട് അവരെ വലിയ പാത്രത്തിൽ കൈയിട്ട് വാരി തിന്ന ഓരൊക്കെ തന്ന കവറും കൊണ്ട് പോരുക. ഇതാണ് നമ്മൾ മാത്രം. അപ്പൊ പിന്നെ നമുക്ക് ഔലിയാക്കന്മാരൊക്കെ ഒരു നാടകമാവും. അതിന് കഴിയൂല, ഇതിന് കഴിയൂല, അതിന് കഴിയൂല. ഇതാണ് എൻ്റെ പാത്ര. നിങ്ങൾ ചിന്തിക്കുക, ഇതൊരു മനുഷ്യൻ പറഞ്ഞതാണ്. ആ മനുഷ്യൻ കിട്ടിയ തലയെക്കെട്ടിനേക്കാളും വലിയ കെട്ട്, തലയെക്കെട്ട് ഇന്നീ കറാമത്തിന് വിശേഷിക്കുന്ന ജാഹില് കെട്ടിയിട്ടുണ്ടാവും. പക്ഷെ അവൻ അള്ളാഹിന്റെ അടുക്കൽ അവൻ അള്ളാഹ് വില വെക്കൂല. ഇന്നത്തെ തലയെക്കെട്ടുകാരായ പലർക്കും അവരെക്കാളും വലിയ തലയെക്കെട്ടൊക്കെ ഉണ്ടായിരിക്കാം, വലിയ തലയെക്കെട്ടൊക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് അള്ളാഹു നൽകിയതില്ല. അവർക്ക് എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്? അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത് അവരെ അങ്ങോട്ട് ആദരിച്ചു. അവർക്ക് നടക്കാത്തൊരു കാര്യമില്ല. 8,621 കിലോമീറ്റർ എൻ്റെ ഞാൻ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറഞ്ഞതാണ്. 8,621 കിലോമീറ്റർ എൻ്റെ ഓർമ്മ. എത്ര ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? 8,661 കിലോമീറ്റർ കറക്റ്റ്. കൗലഖിൽ നിന്ന് ഈ മദീനത്തേക്ക് 8,661 കിലോമീറ്റർ. ഞാൻ ഇന്ന് രാവിലെ അവിടെ പോയിരുന്നു. ഏറ്റെടുത്തിട്ടുണ്ട് അംരീന്റെ കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്കെന്താ? എന്നെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? നടക്കാത്ത കാര്യമുണ്ട്. ഞാനും സിയാറത്ത് ശരീരത്തോടു കൂടി പോയി. അപ്പോൾ ഇനി പറയാം, ഇനിയിപ്പോൾ പുതിയ സുന്നിയൊക്കെ എന്ത് പറയാം? അതൊക്കെ മൂപ്പരങ്ങനെ തോന്നിയതാവൂലേ? നിനക്ക് തോന്നിയതാണ്. എത്ര സുന്നിയായ മതി, എനിക്കത് ഒറിജിനലാണ്. എല്ലാ ദിവസവും രാവിലെ ഒറിജിനൽ പോയി പോലും എൻ്റെ സുന്നിക്ക് വിരോധമൊന്നുമില്ല.
8661 കിലോമീറ്ററിന്റെ അപ്പുറത്തേക്ക് കൗലഹ് റളിയല്ലാഹു ഇമാം എന്താ പറയുക ഇബ്രാഹിം നിയാസ് കൗലഹ് റളിയല്ലാഹു അൻഹു അതിരാവിലെ പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക? അവിടെ പങ്കെടുക്കുക. എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരികയും ചെയ്യുക. എനിക്കെന്നെ ഒരു വിരോധമല്ല. എനിക്കത് അള്ളാഹുവിൻ്റെ വലിയാണ്. വലിയ നടക്കാത്തൊരു കാര്യമല്ല. അവർ പറഞ്ഞു എന്ത് ഞാനങ്ങനെ പോരുന്നുണ്ട്. അത് സ്വപ്നം എന്ന് പറയേണ്ട ആവശ്യമില്ല. സ്വപ്നത്തിൽ നമുക്കൊക്കെ പോകണം. എന്തേ നമുക്ക് പോയി? ഞാൻ പോയി വന്നു. മതി, എന്ത് പോയിക്കോളൂ നിങ്ങൾക്ക്. ഞാനിപ്പോൾ എവിടെ എത്തിയെന്നറിയോ? ഞാൻ ഇപ്പം നിങ്ങളോട് ആ ഒരു അര മിനിറ്റ് മുണ്ടാതിരുന്നത്. ആ നേരത്തെ ഞാൻ ആ പച്ചക്കുബിൻ്റെ പുറത്തുള്ള ആ വലിയ മാർബിൾ ഗ്രാനൈറ്റ് ഒട്ടിച്ച് അവിടെ ഉണ്ടല്ലോ, അവിടെ പോയി നിന്നിട്ട് തിരിച്ച് 1 മിനിറ്റ് ഉണ്ട്. അതിനകത്ത് കൗലഹ്ന്റെ വലുപ്പത്തിലാണ്. ഇങ്ങനെ തന്നെ ഓർത്ത് പോരുക. ഇതാണ് എന്ത് വിട്ടികളവര്. അപ്പൊ ഞാൻ പോകരുണ്ട് പേരിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെ പോകുന്ന അവർക്കത് നടക്കാത്തൊരു കാര്യമല്ലല്ലോ. കാരണം അവരാരാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരല്ലെങ്കിൽ അല്ലെങ്കിലോ നമ്മക്ക് നടക്കണേ അവർക്ക് നടക്കുള്ളൂ. 10 രൂപയൊക്കെ തിന്ന കവർ മങ്ങിപ്പോരുക. അതാണ് നമുക്ക് നടക്കുന്നത്. നമുക്ക് നടക്കുന്ന കാര്യം 10 കുഴക്ക തിന്ന. ആ 10 കുഴക്കണ നേരത്ത് 9 എവിടെയാണ് മൂല്യരെന്ന് ചോദിച്ചാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ അവിടെ കഴിച്ചില്ല. കൗലഹ് റളിയല്ലാഹുവിനെ പോലത്തെ ആളുകളോട് നിങ്ങൾ 10 അല്ലെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9 എവിടെയാണ്? 9 കാണിച്ചു കൊടുത്തിട്ടാണ് പിന്നെ ഒരു 10 എടുത്തത്. അത് ഓർക്ക് കഴിയും. അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാ. നമുക്ക് തിന്നൽ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ വിഡ്ഢികളായ നമ്മൾ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ നിസ്സാരപ്പെടുത്തരുത്. നമുക്കൊരു വിവരമില്ല. എനിക്ക് വരില്ല കേട്ടോ, എൻ്റെ കാര്യം ഉറപ്പാണ്. എനിക്ക് വിവരത്തിൻ്റെ വീൻ്റെ മാന വി എന്ന ലഫ്ദ് വരെ കണ്ടിട്ടില്ല. പിന്നല്ലേ മാന. അള്ളാഹു നമ്മളൊക്കെ കാത്തിരക്ഷിക്കട്ടെ. അവർക്ക് അള്ളാഹു തുറന്നോട് കൊടുത്തതാണ്. കാരണം അവരെ ഏറ്റെടുത്തത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാഖൻ നബിയ്യീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസുൻ ഉർഫൻ മിനൽ ബഹർ. എല്ലാ നബിമാരും റസൂലുള്ളാഹിയാകുന്ന ബഹറിൽ നിന്ന് ഒരു കൈ കൊണ്ട് കോരി വരാം. അള്ളാഹുവിൻ്റെ റസൂൽ ഇത് വിശ്വസിക്കാതെ എങ്ങനെ സുന്നിയാകുക? എങ്ങനെ മോമിനാകുക? അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വലിപ്പത്തെ മനസ്സിലാക്കിയാലല്ലേ മോമിനാവുള്ളൂ. നിസ്കരിക്കാം, പള്ളി ഉണ്ടാക്കാം, പള്ളി കമ്മിറ്റിയാകാം, പ്രസിഡന്റാകാം, സ്റ്റേജിന്റെ മേലെ കയറി കുത്തിരിക്കാം, ഒക്കെ പറ്റും. അതെല്ലാം പറ്റും. മോമിനാകാൻ പറ്റില്ല. മോമിനാകണമെങ്കിൽ നിന്റെ മൂർത്താവിൻ്റെ മുടി റസൂലുള്ളാഹിന്റെ കാലിൻ്റെ ചുട്ടി വെച്ചു കൊടുക്കണം. എന്തേ വേണ്ടേ? പറയും മക്കളെ വേണ്ടേ? നമ്മളെ മൂർത്താവിൻ്റെ മുടി ആരെ കാലിൻ്റെ അടിയിൽ വെക്കണം? നമ്മളെ മൂർത്താവിൻ്റെ മുടിയാണല്ലോ നമ്മളെ വലിയ കാര്യം. ആ മൂർത്താവിന്റെ മുടി റസൂലുള്ളാഹിന്റെ കാലിന്റെ ചുവട് വെക്കണം. റസൂലുള്ളാഹിന്റെ കാലിലിട്ട ചെരുപ്പുകൊണ്ട് നമ്മളെ മൂർത്താവിന്റെ മുടിയെ ചവിട്ടണം. അപ്പോൾ നമ്മൾ മുഅ്മിനാണ്. ചിന്തിക്കുക. അപ്പോഴേ മുഅ്മിനാവുള്ളൂ. അപ്പോഴേ മുഅ്മിനാവുള്ളൂ. അപ്പോഴേ മുഅ്മിനാവുള്ളൂ. എല്ലാം ഉള്ളൂ. അള്ളാഹുവിന്റെ ഹബീബിന്റെ ചെരുപ്പിന്റെ ചോട്ടില് ഉള്ള മണ്ണിന്റെ വില എൻ്റെ മൂർത്താവില് ഉള്ള മുടിക്കില്ല എന്നൊരാൾക്ക് ബോധ്യം വന്നാൽ അപ്പോൾ ആരായി? മുഅ്മിനായി. അപ്പോൾ മുഅ്മിനായി. അല്ലാത്തവരെ നിസ്കരിക്കാൻ മുമ്പിൽ മുഅ്മിനാവില്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഏതൊരു ഇത് മനസ്സിലാക്കിക്കൂടി. പിന്നെ ബേജാറില്ല. റസൂലിന്റെ കാര്യം ഏറ്റെടുത്തു. കാലാകാലം എന്നെ സഹായിച്ചോണ്ടേയിരിക്കുക എന്ന്. അപ്പൊ നിങ്ങൾ ആലോചിച്ചോളി. വിശ്വാസം തകരരുത്. എന്ത് വാക്കിയാലും വിശ്വാസം തകരരുത്. വിശ്വാസം തകരരുത്. ചിന്തിക്ക്. അല്ലാഹു തആല അന്തം തന്നിട്ടില്ല, അന്തേ തന്നിട്ടില്ല. തന്നിട്ട് തന്നെയല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു അന്തം കൊടുത്തിട്ടില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അത് വളരെ ചിന്തിക്കണം.
നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ തൗഫീഖ് നമുക്കുണ്ടെങ്കിൽ നമ്മളെ ബുദ്ധിയുടെയും അപ്പുറത്താണ് വിഷയങ്ങളൊക്കെ. പിന്നെ നമുക്ക് ഒന്നൊരു ഡൗട്ടില്ല, എല്ലാം നടക്കും, എല്ലാം നടക്കും. കുപ്പിയകത്തുള്ള വസ്തുവിനെ കാണാൻ കഴിയും പോലെ കാണാൻ കഴിയും. നിങ്ങളുടെ കൽബിൽ എന്താണുള്ളത് കാണാൻ കഴിയും. ഈ കെ ഹസൻ മുസ്ലിയാരും എൻ്റെ ഹസൻ മുസ്ലിയാരുടെ റൂമിലേക്ക് എൻ്റെ ബാപ്പയും കാണാൻ വേണ്ടി പാലക്കാട് ഉള്ള കാലത്ത് ഒരു ദർസ് നടത്തിയിരുന്ന കാലത്ത് എൻ്റെ ബാപ്പയോടുകൂടെ നാട്ടിലെ ഒരു മനുഷ്യൻ പോയി. ബാപ്പാൻ്റെ കൂടെ, ബാപ്പ ഇടക്കിടക്ക് പാലക്കാട് പോകും. അസമുദ്ര കാണാൻ ഒരു വലിയ ചങ്ങായിമാരായിരുന്നു. അസമുദ്ര സമസ്തയുടെ ഇന്നത്തെ വലിയ നേതാവാണ്. SOS പ്രസിഡൻ്റാണ്, സമസ്തയുടെ വൈസ് പ്രസിഡന്റ് മറ്റുമാണ്. വലിയ മഹാനാണ്. വാപ്പയുമായി വലിയ ബന്ധം. അങ്ങനെ വാപ്പ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോകും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒരിക്കലും ഞങ്ങളുടെ നാട്ടിലൊരു പ്രമുഖനായ വ്യക്തി, ഇതെനിക്ക് ശരിക്കറിയുന്ന സംഭവം. കാരണം അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ബാപ്പ ഉമ്മയോട് പറയുമ്പോൾ ആ സദസ്സിൽ ഞാനുണ്ട്. പിന്നെ പലവട്ടം ബാപ്പ അത് ആവർത്തിക്കുകയും പലരോട് ആവർത്തിക്കുകയും ചെയ്യുന്ന സംഗതിയും എനിക്കറിയാം. ഞങ്ങളുടെ നാട്ടിലൊരു പ്രധാനപ്പെട്ട ആൾ ബാപ്പാനോട് പറഞ്ഞിരുന്ന നേരത്തെ, നിങ്ങളിനി ഹസൻ മുസ്ലിയാരെ കാണാൻ പോകുമ്പോൾ എന്നെ ഒന്ന് കൂട്ടണം, എനിക്ക് അവരോടൊക്കെ ഒന്ന് പരിചയപ്പെടാനാണ്. അങ്ങനെ എന്ത് ചെയ്ത് ആയിക്കോട്ടെ. അപ്പോൾ അടുത്ത തവണ ബാപ്പ പോയപ്പോൾ ഇയാളും കൂട്ടിപ്പോയി. പള്ളിയിൽ ഉള്ളിൽ ദർസ്. അപ്പം ബാപ്പ ഒന്നും കരയിലിരുന്ന് ഒതുകൊടുത്ത്, മറ്റേ ആൾ ഒതു വേഗം കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോയി. ഹസൻ മുസ്ലിയാരുടെ റൂമിൻ്റെ അടുത്ത് ചെന്നപ്പോൾ മൂപ്പര് അവിടെ ഉണ്ട്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. സലാം അടക്കില്ല. 2 മിനിറ്റ് അവിടെ നിന്ന് പിന്നെ അയാൾ ഇങ്ങനെ വന്ന് പള്ളിയിൽ കയറി. വാപ്പ വന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നിങ്ങൾ എന്തിനാണ് സാജി ഈ വാബിയാളെയും കൊണ്ട് നടക്കണം? വാബിയല്ല നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ആളാണ്. വാബിയ നാളെ മൂത്തുണ്ടല്ലോ. എന്താ ഞാൻ മനസ്സിലാക്കേണ്ടത്? ഇത് കഴിഞ്ഞ് എൻ്റെ ബാപ്പ തിരിച്ചു വന്നിട്ട് ഉമ്മാനോട് പറയുന്ന സമയത്ത് ഞാനുണ്ട് ആ സദസ്സിൽ. പിന്നെ ബാപ്പ 100 കണക്കിന് ആളുകളോട് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, ഈ മനുഷ്യൻ അന്ന് വാബിയായി പ്രത്യക്ഷത്തിലായിട്ടില്ല. പിന്നെ കൊല്ലങ്ങൾ അനവധി കഴിഞ്ഞ് ഇയാൾ വഹാബിയായി, ആ കൂട്ടത്തിലെ നേതാവായി മരിച്ചു. എന്താ നിന്നെ മനസ്സിലാക്കേണ്ടത്? എന്ത് വെറുതെ കോയിറച്ചി തിന്നല്ല. മുഖലിസാണ്. മുഖലിസ് മുൽഹമായിരിക്കും. മുഖലിസാണ്. ചെയ്തതൊക്കെ ദുനിയാവിനാണ് ചെയ്തതല്ല, അള്ളാഹുവാണ് ചെയ്തത്. തെറ്റും ശരിയും പറ്റും. തെറ്റുറ്റാലും ശരിയാണ് അള്ളാഹുവാണ് ചെയ്താൽ. ഇന്ന് നമ്മൾ ശരി ചെയ്താലും തെറ്റാണ്. കാരണം നമ്മൾ ശരി ചെയ്തപ്പോഴും നമ്മളെ പെണ്ണുങ്ങളെ പേറും കൂടി നടക്കണം നമ്മൾ ആലോചിച്ചിട്ടുള്ളൂ. നമ്മളെ മകളെ പോലെ എൻ്റെ വാതിൽ കെട്ടിൽ കിട്ടണം, നമ്മളെ വാർപ്പ് ഉഷാറാക്കണം. നമ്മൾ ശരി പറഞ്ഞപ്പോഴും നമ്മൾ തെറ്റാ ഉദ്ദേശിച്ച്, അവർ തെറ്റ് പറ്റിയപ്പോഴും പറയും ശരിയാ ഉദ്ദേശിച്ച്. അപ്പോൾ അവരപ്പോൾ അള്ളുണ്ടാവും. ഈ ശരിയന്മാരായ നമ്മളപ്പോൾ അള്ളുണ്ടാവില്ല. കാരണം നമ്മളെ ഉള്ളിൽ തെറ്റാ. അവർ പുറത്ത് തെറ്റാണെങ്കിലും പറയും ഉള്ളിൽ ശരിയാ. എങ്ങനെയുണ്ട്? ഇതിന് വലിയ കറാമത്ത് എന്താ? എനിക്ക് വലിയ കറാമത്തൊക്കെ തന്നെയാണ്. എന്തുകൊണ്ട്? ആ മനുഷ്യനെ ഞാൻ കണ്ടത് അവരൊക്കെ മുഅ്മിനീങ്ങളാണ്. അല്ലാഹു നല്ലതൊരു ലക്ഷ്യം എന്തെന്ന് വിചാരിച്ചാലും അള്ളാഹു എന്നാത്ത ലക്ഷ്യം, വേറെ ലക്ഷ്യം ഒരു മനസ്സിലെന്നെ. അപ്പൊ അവരല്ലാഹു സഹായിച്ചു. ഇതൊക്കെ എങ്ങനെ നടക്കുന്നത് ആലോചിക്കുക. ആ മനുഷ്യന്മാരെ വിമർശിക്കപ്പെടുന്ന നമ്മൾ ആര്? ഈ തലയെക്കെട്ട് കൊണ്ട് പാത്തുമ്മ ഫോട്ടുമ്പക്കത്തിൽ നോക്കി നിൽക്കുന്ന പാത്തുമ്മമാരാണ് പറയുന്നത്, ഓ വലിയ ഔലിയാണ്. ഈ ഔലിയാക്ക് ഈ തലയെക്കെട്ട് മാത്രമേ. എന്നിട്ട് ഈ തലയെക്കെട്ടനായ പാത്തുമ്മാൻ്റെ ഔലിയ നാട്ടിൽ റോഡ് സൈഡിൽ നമ്മളെപ്പോലത്തെ ആളുകൾ പോകുമ്പോൾ അൽഫുമാവും ഇവരില്ലാത്ത പാത്തുമ്മാര് പറയാണെന്ത്, ഓ വലിയ ഔലിയരാണ്, അലിമുല്ലാമയാണ്. ഈ പാത്തുമ്മാൻ്റെ ഔലിയായ നമ്മളാണ് ആരെ വിമർശിക്കുന്നത്? ഈ അള്ളാഹിൻ്റെ ഔലിയാക്ക വിമർശിക്കുന്നത്. ഇതൊക്കെ ചങ്ങാതി മിൻ അലാമാത്തി ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.
അന്തം വേണം. അന്തം പടച്ച നമ്പുരാൻ തരണം. 2019 മുമ്പ് റഹ്മത്തുള്ളാഹി വർത്താനം പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. 2019 BJP അധികാരത്തിൽ വരുള്ളൂ, 2024 BJP അധികാരത്തിൽ വരുള്ളൂ. 2010 മുമ്പ് എന്തേ പറഞ്ഞില്ലേ? എന്തൊക്കെ നിങ്ങൾ കളിയാക്കി. എന്നിട്ട് 2019 അധികാരത്തിൽ വന്നു. ഇനിയിപ്പോൾ നിങ്ങൾ പറയാണ് എന്ത് ഇത് അന്നല്ലെങ്കിൽ നാളെ രാഹുൽ അധികാരത്തിൽ വരാൻ പോകുന്നു. ആയിക്കോട്ടെ, നല്ല കാര്യമാണ്. പക്ഷെ നടക്കൂല. കുഴച്ചാ പോരാ, കുഴച്ച് മുണിഞ്ഞാ പോരാ, അന്തം പടച്ചോണ്ട് തരണം. എനിക്ക് രാഹുൽ പ്രധാനമന്ത്രിയാണ്. ഇതിന് ഒരു വിരോധമല്ല. ഞാൻ BJP-ക്കാരനല്ലല്ലോ. ഞാൻ BJP-ക്കാരനാണോ? അല്ല. എനിക്ക് രാഹുൽ അധികാരത്തിൽ കയറുന്നതിന് ഒരു വിരോധമില്ല. അതൊക്കെ മനുഷ്യൻ ചിന്തിക്കണം. ചിന്തിക്കുക എന്നത് അള്ളാഹു മനുഷ്യന് കൊടുക്കണം തൗഫീഖാണ്. അതിനോട് കിളകളാന്നൊരു കാര്യമില്ല. അതിൻ്റെ ഉൽപ്പത്തരമല്ല, അതിൻ്റെ ഉൽപ്പത്തരമല്ല. ഇപ്പൊ ഓരോരുത്തർ ഗവേഷണം നടത്തുകയാണ്. വഹാബിയാണോ വഹാബിയല്ലേ? ഓ, ഓരോ സ്ഥാനാർത്ഥികളെയും പറ്റി ചില ആളുകൾ റഡാർ വെച്ച് നോക്കണം. വഹാബിയാണോ വഹാബിയല്ലേ? നോക്കിക്കോളി. അതൊന്നും ഞാൻ പറയണില്ല. എനിക്ക് തെരഞ്ഞെടുപ്പിന് വേണ്ടി പറയണ വർത്താനമല്ല. അതൊക്കെ എൻ്റെ വർത്താനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു വർത്താനം പറയേണ്ട ആവശ്യമില്ല. മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഒരു തൗഫീഖ് ഉണ്ട്. ആ തൗഫീഖ് എന്തിനാ? അത് അവൻ്റെതാണെന്ന് വിചാരിച്ചാൽ അന്നോ പരാജയപ്പെടും. അവൻ്റെ അല്ല, റബ്ബിൻ്റെതാണ്. നമുക്കൊന്നുമില്ല. ഒരു രോമത്തിൻ്റെ ഖദറിൻ്റെ വിലയില്ല. വില മുഴുവൻ ആരുടേതാണ്? ജല്ല ജലാലുഹു സുബ്ഹാനഹു. അവൻ നമുക്ക് തന്നാൽ നടക്കാത്ത കാര്യമോ ഇല്ല. അവൻ നമുക്ക് അധികാരം തന്നാൽ നടക്കാത്തൊരു കാര്യമല്ല. തരുന്ന തന്നെ ഹോൾസെയിൽ മാർക്കറ്റിൽ പോയിട്ട് 500 ബലൂണ് കീസിലാക്കി കൊണ്ടെന്ന് പീഡിയക്കാരൻ. എന്നിട്ട് ഓരോ ബലൂൺ എടുത്തിട്ട് മേപ്പെട്ടെറിഞ്ഞ് അങ്ങനെ തന്നെ കീപ്പൊട്ടിയാവും. എന്തുകൊണ്ട്? ഇപ്പോൾ ആ ബലൂൺ ഒന്നും കിട്ടിയിട്ടില്ല. ഇനി ആ ബലൂൺ വേറെ ഒരാൾ എടുത്ത് ബലൂണിൻ്റെ രായി ഒന്നും ബലൂണില്ല. ബലൂന് മാനത്ത് പറക്കാൻ കഴിയൂല. അതിലേക്ക് അങ്ങോട്ട് ഊതിയാണ്ട് നിറച്ച് വേറൊരുത്തൻ നിറച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേഗം പിടിച്ചോളണം. ഇല്ലെങ്കിൽ പറയടാ പറക്കൂടാ മാനത്ത്. അത് ബലൂണിന്റെ കറാമത്തല്ല, വേറെയാൾ വായു അതിൻ്റെ ഉള്ളിൽ കയറ്റിയതാണ്. ഇതാണടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുദ്റത്ത് ഇറാദത്തിനെ ഈ ബലൂണാകുന്ന ഔലിയാന്റെ ഉള്ളിൽ കയറ്റി. അല്ലാഹു അവന്റെ ഖുദ്റത്തിനെയും ഇറാദത്തിനെയും കയറ്റി. അപ്പോൾ അയാൾക്ക് നടക്കാത്ത അയാൾ മാനത്ത് പറക്കും. എന്തേ? അയാളാകുന്ന ജസദിന്റെ ഉള്ളിലേക്ക് ജല്ല ജലാലായ സുബ്ഹാൻ എന്ത് ചെയ്തു? അവന്റെ ഖുദ്റത്തിനെയും പറയടാ ഇറാദത്തിനെയും കയറ്റിയപ്പോൾ ഇയാളെ കാണാൻ നമ്മൾ കിട്ടൂല. ഇതാ പോണേ. മനസ്സിലായില്ലേ? അത് അല്ലാഹു തആല കയറ്റിയിട്ടില്ലെങ്കിൽ നിനക്ക് തെരഞ്ഞെടുപ്പിന് കൊണ്ടുനടക്കാം. എന്ത്? മൂപ്പര് പറയും ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്. അപ്പൊ മൂപ്പര് പറയും. അപ്പോൾ നിങ്ങളൊക്കെ അത്രയുള്ളൂ. അത് തെരഞ്ഞെടുപ്പിന് കൊണ്ടുനടക്കുന്ന ഔലിയാണ്. അള്ളാന്റെ വലിയാവൂല. അള്ളാന്റെ വലിയ നടക്കാത്തൊരു കാര്യമില്ല. നാട്ടുകാരൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ വലിയാവൂല. നാട്ടുകാരൊക്കെ എതിര് പറഞ്ഞുകൊണ്ട് ഒരാൾ വലിയ ആകാതിരിക്കൂല. അള്ളാന്റെ ഖുദ്റത്ത് ഇറാദത്ത് നിന്നിലേക്ക് കയറിയോ എനിക്ക് നടക്കാത്ത കാര്യമില്ല. പക്ഷെ കയറുമ്പോൾ അള്ളാഹ്ക്കൊരു വാതിലേ ഉള്ളൂ. അത് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ? ചിന്തിച്ചാൽ ഇതൊക്കെ ചിന്തിച്ചോളി. വർത്താനത്തിൽ കൂടുതൽ വർത്താനം വരേണ്ട ആവശ്യമില്ല. നിങ്ങളെല്ലാവരും എതിരായാലും എനിക്ക് പ്രശ്നമില്ല. നിങ്ങളെല്ലാവരും അനുകൂലമായാൽ എനിക്കത് പ്രത്യേക ബഹുമാനവും ഇല്ല. നിങ്ങളെല്ലാവരും എതിരായാൽ അൽഹംദുലില്ലാ. നിങ്ങളെല്ലാവരും എതിരായാൽ അൽഹംദുലില്ലാ. നിങ്ങൾ എതിരാക്കലും എതിരാക്കലും ഒക്കെ അല്ല എൻ്റെ വിഷയം. ഇത് സത്യമാണ് ഈ പറഞ്ഞത്.
അള്ളാഹുവിന്റെ ഖുദ്റത്തിനെയും ഇറാദത്തിനെയും ഒരു അബ്ദിലേക്ക് അള്ളാഹുവാണ് കയറ്റിയാൽ അത് വലിയായി. അത് അള്ളാഹു തആല പിൻവലിച്ചാലോ കഴിയും. ഖുദ്റത്തിനെയും ഇറാദത്തിനെയും റബ്ബ് അയാളിൽ നിന്ന് പിൻവലിച്ചാലോ കഴിഞ്ഞു. പറക്കും വലിയ പഠിക്കൽ തളച്ചോർ എന്ന് പറഞ്ഞല്ലോ. പറക്കും വലിയ പഠിക്കൽ തളച്ചോർ. എന്തേ പഠിക്കൽ തളക്കാൻ കഴിഞ്ഞു? അത് ഊരി, അതവിടുന്ന് ഊരിയെടുത്തു. തുഅ്തിൽ മുൽക മൻ തശാഅ വതൻസിഉൽ മുൽക മിമ്മൻ തശാഅ. അള്ളാഹു ഊരാൻ കരുതിയിട്ടില്ല. മൊയ്തീൻ ഷേഖ് ഊതിയാൽ മൊയ്തീൻ ഷേഖിന്റെ കയ്യിന് വേദനയാവും. നിങ്ങൾ ഇവിടെ ഉണ്ടോ? അല്ല, നിങ്ങൾക്ക് പറഞ്ഞു പറയുമ്പം അള്ളാഹിനേക്കാൾ വലിയ ആളായോ മൊയ്തീൻ ഷേഖ്? ഒരു പുൽക്കൊടിന്റെ വിലയുള്ള മൊയ്തീൻ ഷേഖും ലോകത്തില്ല. ആരുദ്ദേശിച്ചാലല്ലാതെ അള്ളാഹ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെറുതെ വാബിയൊന്നാണ് പറയണം. അവർക്കൊന്നും നടക്കാത്തൊരു കാര്യം ഇല്ല. ആകാശത്തെ മുഴുവനും ചുരുട്ടിക്കൂട്ടി പൊടി പൊടിച്ച് ഇങ്ങനെ എല്ലാം കൂടി ആകാശങ്ങൾ മുഴുവൻ പൊടി പൊടിച്ചിട്ട് ഇങ്ങനെ വിതറാനും അവർക്ക് കഴിയും. അവർ ആരാണെങ്കിൽ അള്ളാഹിന്റെ വഴിയാണെങ്കിൽ നടക്കാത്തൊരു കാര്യം ഉണ്ടാവില്ല. ഇല്ലേ ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ അതിലൊന്നും വിഷമം അള്ളാഹിന്റെ ഖുദ്റത്ത്. അപ്പോൾ ഒരു വലിയായി നടക്കുന്ന ഒരാള് പറക്കും വലിയ പഠിക്കൽ തറച്ചോവർ. പറക്കും വലിയ പറക്കണല്ലോ. മനസ്സിലായില്ലേ കുട്ടികളെ? ഇയാള് പറക്കണ്ടേ? AD 1164 ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി വഫാത്താവുന്നത്. AD 1164. ഇത് AD 2024. അന്ന് വിമാനമൊന്നുമില്ലല്ലോ, പറക്കന്നല്ലേ. ഈ പറക്കും വലിയ പഠിക്കൽ തളച്ചോവർ. പറക്കുന്ന വലിയാണ് ഈ വേണ്ടാറും ഇവിടെ കുതിർന്നാറും. ഷെയ്ഖ് അപ്പൊ അയാൾ അവിടെ ഇരിക്കേണ്ടി വന്നു. എന്തുകൊണ്ട് പറ? എന്തുകൊണ്ട് ആ പറക്കുന്നവനിൽ നിന്ന് അവന്റെ അള്ളാഹു നിക്ഷേപിച്ച ഖുദ്റത്ത് ഇറാദത്തിനെ അള്ളാഹു തആല പിൻവലിച്ചില്ലെങ്കിലോ മൊയ്തീൻ ഷേഖ് പറഞ്ഞോണ്ട് എങ്ങനെ ഒരാൾ പറക്കാതിരിക്കും? പറഞ്ഞത് മനസ്സിലായില്ലേ കുട്ടികളെ? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനിക്ക് അതിന് കഴിയും. ഒരുത്തന്റെ വിലായത്തിനെ വാങ്ങി, മനസ്സിലായില്ലേ? വലിയ വലിപ്പട്ട നീക്കാൻ കഴിയും. എന്തുകൊണ്ട്? അത്രയും വലിയ ആളാണ്. നാട്ടുകാരെ മുന്നിൽ ഫോട്ടോ കാണിക്കണ വലിയാണ്. ഇതങ്ങനെയല്ല, ഇത് ഒറിജിനലാണ്. ഇതാണ് ഈമാൻ. ഈ നന്നായ നടക്കാത്തൊരു കാര്യവും ഇല്ല.